കോഴിക്കോട് മൊഫ്യൂസൽ ബസ് സ്റ്റാൻഡിലെ ബിൽഡിംഗിൽ ഷോപ്പിംഗ് കോംപ്ലക്സിലുണ്ടായ തീപിടുത്തം മൂന്നാമത്തെ മണിക്കൂറിലും നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 5 മണിക്കുണ്ടായ തീപിടുത്തം ഇപ്പോൾ സമയം 8 മണിയായി 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. 12 യൂണിറ്റിലധികം ഫയർഫോഴ്സുകൾ നിരന്തരം ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും തീ ആളി കത്തുകയാണ്. തീ ഒരു തരത്തിലും നിയന്ത്രണ വിധേയമായിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫയർഫോഴ്സുകൾ അശ്രാന്ത പരിശ്രമത്തിലാണ്. പക്ഷേ തീ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്ക് ഇപ്പോഴും ആളി പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു കെട്ടിടത്തിൽ വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് പുക വരുന്നത്. ഉടനെ കെട്ടിടത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും രക്ഷപ്പെട്ടു. ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ബസ്സുകൾ സുരക്ഷിതമായി മാറ്റി പാർക്ക് ചെയ്തു. പക്ഷേ ഉടനെ തന്നെ തീ ആളി കത്തുകയും ചെയ്തു. ആദ്യം 1 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി, പിന്നീട് 3 യൂണിറ്റായി. അതിപ്പോൾ 8 യൂണിറ്റ് ഫയർഫോഴ്സുകൾ അവർ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ വന്ന് തീ അണച്ചുകൊണ്ടേയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് അടക്കം എത്തി. ആവശ്യമെങ്കിൽ മലപ്പുറത്തുള്ള ഫയർ യൂണിറ്റും ഇങ്ങോട്ടേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോഴും തീ നിയന്ത്രണ വിധേയമല്ലാത്ത സാഹചര്യത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ മുകൾ നില കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഒരു കെട്ടിടം പ്രവർത്തിച്ചിരുന്നത് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളോടുകൂടി അല്ലായിരുന്നു എന്ന് വേണം പറയാൻ. അത് നമുക്കിപ്പോഴുള്ള ഇവിടെ വരുമ്പോൾ മുതലുള്ള കാഴ്ചകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം കെട്ടിടത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഫ്ലെക്സ് ബോർഡുകളും തകര ഷീറ്റുകളും കൊണ്ട് ഹോർഡിംഗ്സുകൾ, നെയിം ബോർഡുകൾ ഉൾപ്പെടെ തൂക്കി മറച്ചിരിക്കുന്ന നിലയിലായിരുന്നു. കെട്ടിടത്തിനകത്ത് തീ ആളിപ്പടരുമ്പോൾ അതിനകത്തേക്ക് വെള്ളം എത്തിക്കാൻ ഫയർഫോഴ്സിന് പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇത് അതായത് തീ കത്തി അടർന്നു വീഴുന്ന ഭാഗങ്ങളിൽ കൂടി മാത്രമാണ് ഫയർഫോഴ്സ് അവർ തുടക്കത്തിലൊക്കെ വെള്ളം ഉള്ളിലേക്ക് ഒഴിച്ചുകൊണ്ടിരുന്നത്. അതൊരു വലിയ പ്രതിസന്ധിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും തീ അണയ്ക്കാനുള്ള പരിശ്രമങ്ങൾ അതിപ്പോഴും തുടരുന്നു. താഴത്തെ നിലയിലേക്ക് എന്തായാലും തീ പടർന്നിട്ടില്ല എന്നാണ് ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ, ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്തുണ്ട്, MLA-മാരുണ്ട്, വിവിധ ജനപ്രതിനിധികളുണ്ട്, ഫയർഫോഴ്സും അതേപോലെ തന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെയുള്ള ആളുകളും NDRF-ഉം എല്ലാം സ്ഥലത്തുണ്ട്. അങ്ങനെ വിവിധ ആളുകൾ ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കെട്ടിടം എത്രത്തോളം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്ന് തന്നെയാണ്. കാരണം ഇതിനകത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കയറിപ്പോകാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ് തുടക്കത്തിലുണ്ടായിരുന്നത്. ഉള്ളിലുള്ള തീ അത് നിയന്ത്രണ വിധേയമാക്കുന്നതിന് അതൊരു തടസ്സമായി എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അത്രമാത്രം ഈ ഫ്ലെക്സ് ബോർഡുകളും തകര ഷീറ്റുകളും കൊണ്ട് മറച്ച നിലയിലായിരുന്നു കെട്ടിടം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കോർപ്പറേഷൻ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിലൊക്കെ എന്ത് നടപടിയെടുക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയുക തന്നെ വേണം. എന്തായാലും ഇതൊരു ഉത്സവ സീസണൊക്കെ അനുബന്ധിച്ച് ഒരു തുണിക്കടയിലാണ് ആദ്യം തീ പടർന്നത്. വലിയ തോതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അവിടെ തന്നെ ഫാർമസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഗോഡൌണുകൾ ഉണ്ടായിരുന്നു. ആ തീ ആ കെട്ടിടത്തിന് മുകളിൽ പൂർണ്ണമായും പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടത്. തൊട്ടടുത്ത ബിൽഡിംഗിലേക്ക് തീ പടരാതിരിക്കാൻ ശ്രദ്ധിക്കാനുള്ള ഇത് ഫയർഫോഴ്സിന് സാധിച്ചിട്ടുണ്ട്. എന്തായാലും തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് തീ പടർന്നു ില്ലെങ്കിലും മൂന്നാമത്തെ മണിക്കൂറിലും കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ ആ ഒരു കെട്ടിടം, അതായത് കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് പ്രവർത്തിച്ചിരുന്ന ആ ഒരു കെട്ടിടം മൂന്നാമത്തെ മണിക്കൂറിലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോഴും തീ അണയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള സംഘം സ്ഥലത്തുണ്ട്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. തുടക്കത്തിൽ ഫയർഫോഴ്സ് എത്തുന്നതിൽ ഉൾപ്പെടെ ഉണ്ടായ വീഴ്ച തീപിടുത്തത്തിന് തീ ആളിക്കട്ടുന്നതിന് കാരണമായി എന്ന് ഇവിടെ രക്ഷാപ്രവർത്തനത്തിൽ ആ സമയത്ത് ഏർപ്പെട്ടവർ തന്നെ പറയുന്നുണ്ടായിരുന്നു. കെട്ടിടത്തിൽ ആളുകളുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു, എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നീട് ആണ് ഫയർഫോഴ്സ് ഇങ്ങോട്ട് എത്തുന്നത്. അതായത് തീപിടുത്തം നടന്ന് ഏതാണ്ട് 20 മിനിറ്റുകൾക്ക് ശേഷമാണ് ഫയർഫോഴ്സ് എത്തിയതെന്നും ഇവിടെ ആരോപണം ഉയർന്നിരുന്നു. എന്തായാലും ആദ്യം വന്ന ഫയർഫോഴ്സിൽ അവർക്ക് തീ കെടുത്താൻ മതിയായ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു പരാതിയും ഇവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്നും ഉയരുന്നുണ്ട്. എന്തായാലും തീ ഇപ്പോഴും ആളി കത്തിക്കൊണ്ടിരിക്കുന്നു. അത് അണയ്ക്കാനുള്ള ഒരു നടപടികൾ അതിവിടെ കാര്യമായി തന്നെ പുരോഗമിക്കുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം തീ ഇതുവരെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും മണിക്കൂറുകൾ എടുക്കും ഈ തീ അണയാൻ എന്ന് വേണം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ.